പ്രേമലാൽ, ഈ പാക് അധീന കാശ്മീരിലെ വിഷയം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ തന്നെ ആ വാർത്തകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ്. അതായത് തങ്ങളെ ഒരു രാജ്യമാക്കി അംഗീകരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം പോവുക എന്ന രീതിയിൽ. അതായത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാക് അധീന കാശ്മീരിൽ ഒരു ആഭ്യന്തര പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇത് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വല്ലതും മാറാനുള്ള സാധ്യത? ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അത് നേർക്ക് നേരുള്ള ആയുധം എടുത്തുകൊണ്ടുള്ളൊരു യുദ്ധമായി വരുമോ, അതോ അതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇന്ത്യക്ക് താല്പര്യമുണ്ട് അല്ലേ പാക് അധീന കാശ്മീർ. അത് ഒരിക്കലും ആയുധം എടുത്തുകൊണ്ടുള്ളൊരു യുദ്ധമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെ അതെ. പക്ഷേ ഒരു വലിയൊരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷം ആയുധം എടുത്തുകൊണ്ടുള്ളതല്ല, കൃത്യമായി പറഞ്ഞാൽ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഘർഷമാണ്. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ ഒന്ന് ഇടയ്ക്ക് ചോദിച്ചേക്കണം, ആ ഭൂമി ഒരു വളരെ നല്ല, പാകിസ്ഥാനിൽ തന്നെ ഒരു നല്ല ഭൂമിയല്ലേ ആ സ്ഥലം എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. ഇതിന്റെ ചരിത്രം അറിയാമല്ലോ. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സ്വയം നിർണയ അവകാശം ഓരോ രാജ്യങ്ങൾക്കും കൊടുത്തിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന പാക് അധീന കാശ്മീർ അടക്കമുള്ള ആ ഒരു പ്രദേശം ഒരു ഹിന്ദു രാജാവാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹം നിലപാടെടുത്തു, ഇത് സ്വതന്ത്രമായി നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ, അന്ന് വിഭജിച്ചു പോയ പാകിസ്ഥാൻ ഇത് കൈയടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു തോന്നലുണ്ടായപ്പോഴാണ് അദ്ദേഹം ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടിയത്. അവിടെ സംഘർഷമുണ്ടാകും, യുദ്ധം ഉണ്ടാകുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ആ യുദ്ധത്തിൽ പരാജയമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ പ്രദേശം പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത്. അപ്പൊ അന്നു മുതൽ 2 രാജ്യങ്ങളും തമ്മിൽ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശമാണെന്ന് പറയുന്നു. പാകിസ്ഥാൻ നേരെ തിരിച്ചും പറയുന്നു. ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക, ഇന്ത്യക്ക് ഇത്രയും വലിയ സൈനിക ശേഷി ഉണ്ടല്ലോ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം അത് പ്രകടമാക്കുകയും ചെയ്തതാണ്. ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ 1-2 ദിവസം കൊണ്ട് അവിടെ ഒരു സൈനിക നടപടിയിലൂടെ ആ പ്രദേശം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം 2 കാരണങ്ങളാണ്. പാകിസ്ഥാനും ഇന്ത്യയും ആണവായുധ ശേഷിയുള്ള 2 രാജ്യങ്ങളാണ്. ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് പോയാൽ ആണവ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ആണവ ആയുധമെടുത്ത് പ്രയോഗിക്കലടക്കമുള്ള ചുമതല കൊടുത്തേക്കുന്നത് അവിടുത്തെ സൈന്യത്തിനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആണവായുധം പ്രയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ യുക്തി ഉപയോഗിച്ചായിരിക്കും, അവിടെ വീറും വാശിയും വെച്ചായിരിക്കും. അപ്പൊ അവരെന്തും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നത് അഭികാമ്യമല്ല. അല്ല. 2, ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തെമ്പാട് നമുക്കുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മള് സ്വയം പ്രതിരോധത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാണ്. നമ്മൾ ഒരാളെയും കയറി അങ്ങോട്ട് ആക്രമിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള രാജ്യം ഒരിക്കലും പാക് അധീന കാശ്മീരിലേക്ക് ഒരു സൈന്യത്തെ അയച്ച് അത് പിടിച്ചെടുക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൃത്യമായ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽ അമിത് ഷാ പറഞ്ഞത് ഇന്ത്യയുടെ അതിർത്തികൾ വികസിക്കും എന്നുള്ളതാണ്. അതിർത്തികൾ വികസിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ്? ഇപ്പോൾ ഉള്ള ലൈൻ ഓഫ് കൺട്രോൾ അല്ല, അവിടെ നിന്നുള്ളത് കൂടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ രാജ്നാഥ് സിംഗും കൃത്യമായി അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലല്ല, അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു സംഗതി എടുത്തു കളഞ്ഞതിന് ശേഷം, അതിന്റെ പ്രത്യേക അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കിയ ജനകീയ മുന്നേറ്റങ്ങൾ, പണ്ട് ജമ്മു കാശ്മീരിനെ കുറിച്ച് നമുക്കുള്ളൊരു ചിത്രം നിരന്തരമായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ, കല്ലേറുകൾ, അതായത് പട്ടാളോ പോലീസോ ചെന്ന് കഴിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുക, നിരന്തരമായ ഹർത്താലുകൾ, ഇതൊക്കെയാണ് അവിടെയുള്ളൊരു പ്രതീതി. ആ സ്ഥലം ഇപ്പോൾ മൊത്തത്തിൽ അങ്ങ് മാറി. അവിടെ ഭീകരാക്രമണങ്ങളുടെ എണ്ണം വല്ലാണ്ടങ്ങ് കുറഞ്ഞു. ഇപ്പോൾ ഈ പട്ടാളത്തെ പോലീസിനെ കല്ലെറിയുന്ന പരിപാടി തീരെ ഇല്ലാണ്ടായി. കാരണം അവിടെ ഉള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് മേലനങ്ങാതെ കൂലി കിട്ടുന്നൊരു ഏർപ്പാടായിരുന്നു ഈ വിഘടനവാദ പ്രവർത്തനം. ധാരാളമായ ഫണ്ടിങ് ഇങ്ങനെ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്നു. അത് ഏറെയും കള്ളനോട്ടായിരുന്നു. അത് വെച്ചിട്ട് സൈന്യത്തിനെതിരെ തിരിയുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു വിഭാഗം ആൾക്കാർ. ഭരണം മാറി ഈ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള എന്താ പറയാ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അതിന്റെ വാസ്തവം എന്തെന്നാൽ
ഇപ്പൊ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയാണ് പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഉണ്ടായത്. ഇത് കൂടാതെ അവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ഏറ്റവും, അതായത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ലൈൻ, അതിൽ കൂടി വന്ദേ ഭാരത് ട്രെയിൻ, ആ റെയിൽവേ ലൈനിന്റെ പേര് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലിങ്ക് പദ്ധതി. നിരവധിയായ റോഡുകൾ, ദേശീയപാത അടക്കമുള്ള, അതായത് മലകളൊക്കെ തുരന്നുകൊണ്ടാണ് അവിടെ റോഡൊക്കെ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനജീവിതം മൊത്തത്തിലങ്ങ് മാറി. ഇപ്പോൾ അവിടെ ഒരു വർഷം 2 കോടിയോളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ പോലുള്ളൊരു സ്ഥലത്ത് വിനോദസഞ്ചാരികൾ പണ്ട് നമ്മുടെ എന്താ പറയുക, സ്വർഗം, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു, ആളുകൾക്ക് പേടിച്ചിട്ട് അങ്ങോട്ട് പോകില്ലായിരുന്നു. ഇപ്പൊ അവിടെ സിനിമ ഷൂട്ടിംഗ് പോലും അനുവദിക്കുന്നുണ്ട്. ഒരു കാലത്ത് അതൊക്കെ നിർത്തിവെച്ചേക്കുമായിരുന്നു, കാര്യം സുരക്ഷാ ആശങ്കകൾ ഉള്ളതിന്റെ പേരിൽ. ഇപ്പൊ സിനിമാ ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്. കൂടാതെ ഈ ജമ്മു കാശ്മീരിന് ആ പ്രത്യേക പദവിയുള്ള കാലത്ത് പുറത്തു നിന്നുള്ള ആൾക്കും അവിടെ പോയി ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ നിക്ഷേപം നടത്താനോ അനുവാദം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നിരവധിയായ സംരംഭങ്ങൾ, വ്യവസായശാലകളോടെ വന്നേക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനം, അവിടെ ജനാധിപത്യ സംവിധാനം ഉണ്ടായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജമ്മു കാശ്മീരിൽ നടക്കുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയിലെ സ്വർഗമായി മാറിയപ്പോൾ അതേ ഭൂമികയുടെ മറ്റൊരു വശമാണ് ഈ പാക്-അധീന കാശ്മീരിൽ കിടക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ ആന്തരികമായ അർത്ഥം, ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതി കണ്ട് അവിടെയുള്ള ആൾക്കാർ അവരുടെ ഭരണകൂടത്തോട് കലഹിക്കും. അങ്ങനെയുള്ളവർ ആ സ്ഥലവും, അതായത് ആ പ്രദേശത്തോട്, അവരുടെ ഭരണാധികാരികളോട് എന്താ പറയുക, തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അവർ ഇന്ത്യയോടൊപ്പം ചേരും എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ആയുധം എടുത്ത് ഒരു യുദ്ധത്തിന് പുറപ്പെടും എന്നുള്ളതല്ല. ഏതാണ്ട് ആ ഒരു നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയായ രീതിയിലാണ് അവിടെ നടപ്പിലായി. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വന്നു. അവിടെ ഇപ്പോഴല്ല, ഇതിനു മുമ്പും അവിടെ ആഭ്യന്തര സംഘർഷം ഉണ്ടായി. ആളുകൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പോരടിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാന കാരണം അതിരൂക്ഷമായ വിലക്കയറ്റം. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നു, നെല്ല്, അരിയുടെ വിലവർധനമാണ് നമ്മളെ ബാധിക്കുക. അവരതല്ല, അവർക്ക് ഗോതമ്പ്, ആട്ട, ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വിലവർധനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നിത്യ ചെലവ് അവിടെ വളരെ ദുർഘടമായിരിക്കുന്നു. പിന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ വൈദ്യുതി വിതരണത്തിനുള്ള ഏറ്റവും പ്രധാന ജലവൈദ്യുത പദ്ധതികളൊക്കെ നിൽക്കുന്നത് പാക്-അധീന കശ്മീരിലാണ്. മാംഗ്ല എന്ന് പറയുന്ന ഒരു ഡാം വരെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് വൈദ്യുതി തരുന്ന അമിതമായ വിലയ്ക്കാണ് എന്നാണ് അവരുടെ ആക്ഷേപം. കൂടാതെ ഈ വരൾച്ച അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ ഫലമായിട്ട് കാർഷിക മേഖല മൊത്തത്തിൽ ആകെ ഡൗൺ. അപ്പൊ ഇതൊക്കെ ഫലപ്രദമായി പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഭരണകൂടത്തിന് നിസ്സഹായരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല, അവിടെ ഒരു സംവരണ നയമുണ്ട്. അതായത് അവിടെ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ ഉണ്ടായ സമയത്ത് ഈ പാക്-അധീന കാശ്മീരിലെ ഒരു വിഭാഗം ജനങ്ങൾ പാകിസ്ഥാന്റെ മറ്റു പല മേഖലകളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയിരുന്നു. അപ്പൊ ഈ പാക്-അധീന കാശ്മീരിലെ അസംബ്ലി, നിയമസഭയിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിൽ 53 സീറ്റാണുള്ളത്. അതിൽ 12 സീറ്റ് ഈ പാക്-അധീന കാശ്മീരിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു പോയവർക്കായിട്ട് സംവരണം ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഭരണം നടക്കുന്ന പാക്-അധീന കാശ്മീരിലാണേലും അതിന്റെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ അങ്ങ് ലാഹോറിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഒക്കെ ആയിരിക്കും അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ആ സീറ്റുകൾ, 12 സീറ്റുകൾ എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ സ്ഥലത്തെ ആളുകളുടെ വികാരമോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയമോ അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഈ 12 സീറ്റ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രബല രാഷ്ട്രീയ കക്ഷി ആരാണോ അവർ ക്യാൻവാസ് ചെയ്ത് അവർ ജയിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ അവരുടെ നയം എന്താണോ അത് പാക്-അധീന കാശ്മീരിൽ ഈസി ആയിട്ട് നടപ്പിലാക്കാനും പറ്റും. അപ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന സംവരണ പരിപാടി നിർത്തലാക്കണം. കാരണം ഈ പറയുന്ന 12 സീറ്റ് കഴിഞ്ഞുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് 33 ലക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ 12 സീറ്റില് 4.36 ലക്ഷം പേരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 12 സീറ്റ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആനുപാതികമായിട്ടല്ല ഈ സീറ്റ് ഷെയറിങ് പോലും. അപ്പോൾ ആ പരിപാടി നിർത്തലാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഇതിന് ഒരു സമര രൂപം ഉണ്ടായിട്ടുണ്ട്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നുള്ളതാണ് ഈ സമര രൂപം. ഇനി ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒരു യുദ്ധം ഉണ്ടാകുമോ? ഈ പാക്-അധീന കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യ ആയിട്ടൊരു യുദ്ധം ചെയ്യില്ല, നമ്പർ 1. പക്ഷെ പാകിസ്ഥാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചരിത്രം അതാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ലോക ജനതയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ
അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം പരുങ്ങലിലാകുന്നോ അപ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നാട് കത്തുമ്പോൾ നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ അതിർത്തിയിൽ വെടിപൊട്ടിയേ പറ്റൂ. ഇതാണ് ശാസ്ത്രം. അവരുടെ ആഭ്യന്തര പ്രശ്നം, അവിടുത്തെ ഭരണകൂടത്തിന് തീവ്ര ദേശീയത കത്തിക്കണമെങ്കിൽ ഏക പോംവഴി അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കാരണം ആ രാജ്യം ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ വക്കിലാണ്. ഒന്ന്, അവിടുത്തെ അതിഭീകരമായ ദാരിദ്ര്യം. ലോക ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് അങ്ങോട്ട് പലിശ അടക്കം തിരിച്ചടച്ചുകൊണ്ടാണ് ആ രാജ്യം നിലനിൽക്കുന്നത്. അതിഭീകരമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ അവിടെ നിലനിൽക്കുന്നു. പിന്നെ കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ അനന്തരഫലമായിട്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളൊക്കെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോട്ടെ, അഫ്ഗാനിസ്ഥാനിൽ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടും എന്ന് നമ്മൾ കരുതി. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ പോയി ഡാം പണിത് കൊടുത്തു. അപ്പോൾ അവിടുന്നും പ്രശ്നം. പിന്നെ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി, അവർ ബലോചിസ്ഥാൻ എന്ന് പറയുന്നത് വിമോചനം കിട്ടണമെന്ന് പറഞ്ഞ് അവര് അവിടെ പാകിസ്ഥാനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അഫ്ഗാൻ അതിർത്തിയിൽ മറ്റേ പാക് താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയും ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. പാകിസ്ഥാൻ അധീന കാശ്മീരില് എന്താണ് നടക്കുന്നത്, അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ ആ രാജ്യത്ത് മൊത്തത്തിൽ വലിയ അരക്ഷിതാവസ്ഥ. ഇനി അവിടുത്തെ പ്രബല രാഷ്ട്രീയ കക്ഷികൾ തമ്മിലും വലിയ പ്രശ്നം. അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടിരിക്കേണ്ട നമ്മുടെ ഇമ്രാൻഖാൻ എവിടെയാണിപ്പോ? ജയിലിലാണ്, പിടിച്ചിട്ടേക്കാണ്. അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കേട്ട തമാശയാണ്. കാരണം അദ്ദേഹം എവിടുന്നൊക്കെയോ, അതായത് ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും പൊതുപരിപാടിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു ഉപഹാരം കൊടുക്കുമല്ലോ. ഇപ്പോൾ വരുന്ന വഴിക്ക്, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആറന്മുള കണ്ണാടി, മനസ്സിലായി, അതൊക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും എന്ന് കരുതുക. അതിന് അത്യാവശ്യം മൂല്യമുള്ള സാധനമാണ്. അപ്പോൾ ഈ ഇമ്രാൻഖാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അത് വിൽപ്പന നടത്തി ആ പൈസ സ്വന്തമാക്കി എന്നൊക്കെയാണ് ആക്ഷേപം. അപ്പോൾ പാകിസ്ഥാന്റെ നിലവിലെ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ അത് രാജ്യത്തിന്റെ പൊതു സ്വത്താണ് പോലും. അപ്പൊ ഇത്തരം ചെറിയ നിസാര കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്തെങ്കിലും വലിയ അഴിമതി നടത്തിയതിന്റെ പേരിലല്ല, ഇത്തരം ഇതേപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജയിലിലാണ്. അവിടെ അതിന്റെ പേരില് ഇമ്രാൻഖാനെ പുറത്തു വിടണമെന്ന് പറഞ്ഞ പേരില് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം തെരുവിലാണ്, നിരന്തരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പോലും ഭരണം നടത്തുന്നത് സൈനിക മേധാവിയാണ്, അസീം മുനീറാണ് ആ രാജ്യം. അപ്പൊ ഇങ്ങനെ ആ രാജ്യം അടപടലം പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ഭരണ സംവിധാനം യഥാർത്ഥത്തിലില്ല. അപ്പൊ ഈ സമയത്ത് ജനങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്, ജനങ്ങൾ തെരുവിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രതിപക്ഷം ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പോലും. അങ്ങനെ ഉള്ളപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്ന് ശ്രദ്ധ തിരിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിൽ തീവ്ര ദേശീയത ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാർഗം ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു സംഘർഷം അതിർത്തിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഈ അലമ്പുണ്ടാക്കുന്നവരെല്ലാം ഒരുമിക്കും, ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഒന്നിക്കും. അതിനുള്ള കൂടെ മറ്റേ ഭീകരവാദി ഗ്രൂപ്പുകളും ഒന്നുകൂടി സജീവമാകും. അപ്പോൾ ആ രീതിയിലൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവിടെയുള്ള ആളുകൾ തന്നെ ഇങ്ങ് പോരാനാണ് സാധ്യത.